ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഏതെങ്കിലും ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം ഒരു പുഡിങ്, ഈസി പുഡിംഗ് ആണ്. നമ്മൾ ബ്രെഡും പാലും വെച്ച് ഒരുപാട് പുഡിംഗ് നമ്മൾ യൂട്യൂബ് ചാനൽസിലൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞു. അതേപോലെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല, ഞാനൊരു റീല് കണ്ടതാണ്. അപ്പോൾ റീല് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താ പറയുക, ഒന്ന് ചെയ്ത് നോക്കിക്കളയാം. കഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ കൊതി തോന്നി സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ഭയങ്കര സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മതി. ബ്രെഡ് വേണം, അതേപോലെ പാല് വേണം. പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒരു പേര് നമുക്ക് അങ്ങനെ ഇടാം. അപ്പോൾ പാല് വേണം, പിന്നെ കോൺഫ്ലോർ, പിന്നെ ബദാം, പിന്നെ നമുക്ക് കുറച്ച് ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് വേണം. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ്. സോ എന്തായാലും നമുക്ക് വീഡിയോ നോക്കാം. അപ്പം ഇതിപ്പോൾ 1 ലിറ്റർ പാലുണ്ട്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 2 പാക്കറ്റ് പാല്. അപ്പം ഞാനിത് ഐശ്വര്യമായിട്ട് അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ ഇടുന്നതിനനുസരിച്ച് പറയാം കേട്ടോ. അപ്പം ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് നമുക്കൊന്ന് ഇളക്കിയിട്ട് മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ഇളക്കുന്നത്. മുന്നേ പാല് അടിയിൽ പിടിച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് മെല്ലെ ആയാൽ മതി. സോ നമുക്ക് ഇളക്കി കൊടുക്കാം. ബദ്രിക്ക് എന്താ അഭിപ്രായം? ബദ്രി നല്ല നെഗറ്റീവ് ആണല്ലോ അടിക്കുന്നത്. നന്നാവോ ചോദിക്കരി. ബദ്രിക്ക് ആക്ച്വലി ഫുഡ് കൊടുക്കാൻ ടൈമായി. സോ നമുക്ക് ബദ്രിൻ്റെ ഫുഡ് പാരലായിട്ട് വെക്കണം. അപ്പം ഞാൻ എന്തായാലും ഇളക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് മധുരം നോക്കട്ടെ കേട്ടോ. എനിക്ക് ഉണ്ടാക്കി വലിയ ശീലമില്ലാത്തതുകൊണ്ടേ മധുരം ഒന്ന് ഇപ്പം മധുരം ഉണ്ട്. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിക്കാനുണ്ടല്ലോ, അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കേട്ടോ, 2 സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ കോൺഫ്ലോർ ചേർക്കണം. എന്തിനാ അറിയാലോ, ഒരു എന്താ പറയുക, തിക്ക് കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇച്ചിരി മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരളവിൽ അത് ചേർത്ത് കൊടുക്കുകയാണ്. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അങ്ങനെ മധുരം അധികമായി കഴിഞ്ഞാലും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഞാൻ പൊതുവേ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിനും വരുന്ന പ്രശ്നം ഒന്നുകിൽ മധുരം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മധുരം കുറവായിരിക്കും. മധുരം കുറഞ്ഞാലും പിന്നെയും നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പക്ഷെ കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ആവട്ടെ. നമുക്കിതായി ഒന്ന് കുറുകി വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ വാവേൻ്റെ കുറുക്കായി. ബൈ ദ മീൻ ടൈം ക്യാമറമാനോരാക്കി. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ, വാവേൻ്റെ കുറുക്കൊക്കെ. അപ്പോൾ ഹലോ ഗൈസ്, ബദ്രി ബേബി ഇന്ന് ചീത്ത മൂടില്ല. അതുകൊണ്ട് ബദ്രി ബേബിന്റെ മേമ നോക്കിക്കൊണ്ട് ഞാനിവിടെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഹലോ ഗൈസ് പറയ് ബദ്രി. ബദ്രി ഇവിടെ വികൃതി കാട്ടിക്കൊണ്ട് നിൽക്കുക. അതാ ലൈറ്ററാണ് ഇപ്പൊ താഴെ പോയത്. അമ്മമ്മ തന്നെ കൊല്ലും പോലെ.
മധുരബേബിനെ അധികം കാണിക്കാനും പറ്റൂല, കാരണം മധുരബേബി ഒന്നും ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ബദ്രി ഒന്നും ഇടാത്തത്? അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തു. കൊടുത്തു 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 ബദ്രി കൊടുത്തു. കൊടുത്തു കൊടുത്തു. എന്താ എന്താ തങ്ങളുടെ പ്രശ്നം? പറഞ്ഞോ, പറഞ്ഞോ, പറഞ്ഞോ. ബദ്രി ചൂഷനാണ്. ബദ്രി കുറുമ്പ് കാട്ടുന്നു. ബദ്രി പോക്കിരിയാണ്. പോക്കിരി. ബദ്രിക്ക് ഞാനൊരു പേരിട്ടു, പോക്കിരി സൈമൺ. ആ, അമ്മേന്റെ പോക്കിരി സൈമൺ എവിടെ? അമ്മന്റെ പോക്കിരി സൈമൺ എവിടെ? ഏകദേശം സെറ്റായി. മധുരിച്ചി കുറവുണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം ഒരു 2 സ്പൂണോളം മധുരം ഇട്ട് കൊടുത്തു. പാല് കട്ടിയായി. ഞാൻ ഇറക്കി. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വന്നു. ഇനി അപ്പം ഞാനിത് തടയാൻ വെച്ചേക്കായിരുന്നു. ഇപ്പം ഇത് തടഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് പുഡിംഗ് ട്രേ ഒന്നും കിട്ടിയില്ല, സാധാ ചായൻ്റെ ട്രേ കിട്ടിയുള്ളൂ. ഞാൻ കുറേ നേരം ചോദിക്കും, ഇവിടെ പുഡിംഗ് ട്രേ ഒന്നും ഇല്ല. നമുക്ക് പുഡിംഗ് ട്രേൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഇനി ഒരു പുഡിംഗ് ട്രേ വാങ്ങണം. അപ്പോൾ ഇനി ഞാൻ തൽക്കാലം ഈ ട്രേയിൽ സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തേ നോക്കാം. ഞാൻ ഇത് തടഞ്ഞു വരുന്നതിൻ്റെ ഇടയിലാണ് ബദ്രി ബേബിക്ക് ഫുഡ് കൊടുത്തത്. അതേപോലെ ബദ്രി ബേബിൻ്റെ ഫുഡൊക്കെ സെറ്റായി. ആളിപ്പോൾ കുളിച്ച് അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്ത് എങ്ങനെയാണോ, ആദ്യം ഒരു ലെയർ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാലും കോൺഫ്ലോറും അതേപോലെ ഷുഗർ, മിൽക്ക് മെയ്ഡ്, ഈ സാധനങ്ങളാണ് കേട്ടോ ചേർത്തത്. അത് ഒരു ലെയർ നമ്മളിത് മെല്ലെ ഒഴിച്ച് കൊടുക്കണം. പുഡിംഗ് ട്രേ അല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം കേട്ടോ. നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ എന്താ പറയുക, ഈ ഗ്യാപ്പിലൊക്കെ നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട്. ബദ്രി ബേബി ചോദിക്കാം, പാവം കമക്കട്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരു ബൂസ്റ്റ് കട്ടുന്നുണ്ടോ? എന്റെ കുട്ടിക്ക് ചുമയുള്ളതുകൊണ്ടാവ്. കുറച്ചൊരു 2-3 പാക്കറ്റ് ബൂസ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 കൂടി കട്ട് തിന്നു. അതാ ചോദിച്ച തൊണ്ട ഇൻഫെക്ഷൻ ആയിട്ടല്ല. അപ്പൊ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് കൈ. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കാം. 2 ലെയർ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം ഒരു കഷ്ണം ബ്രെഡ് ഐശ്വര്യത്തോടെ ഇങ്ങനെ വെക്കാണ്. ചിലപ്പോൾ ഈ ഫുൾ പീസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ഈ പോർഷൻ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മൊത്തം അപ്പോൾ അത് ഫസ്റ്റ് ലെയർ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഗോപൂടി ഹെൽപ്പ് ചെയ്തു. കാരണം സൈഡൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പീസൊക്കെ കട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ലെയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബദ്രി ബേബി ഇവിടെ ഇതൊക്കെ കണ്ടിട്ട്. അപ്പം ഇനി അടുത്ത ലെയർ സെറ്റ് ചെയ്തെടുക്കുക. അടുത്ത ലെയർ നമ്മൾ ഇതേപോലെ തന്നെ പാൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു ലെയർ പാലൊഴിക്കുകയാണേ. പാലൊഴിക്കുന്നത് മാത്രം എടുത്താൽ മതി, ബാക്കി അപ്പോൾ ബ്രെഡ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെയർ നമ്മൾ പാല് വെച്ച് ഫില്ല് ചെയ്തു. വേണമെങ്കിൽ ക്ലോസ് ഷോട്ട് കാണാം. പാല് വെച്ച് ഞാൻ ഫുള്ള് ഫില്ല് ചെയ്തെടുത്തിട്ട് തവി വെച്ച് നല്ലോണം സ്പ്രെഡ്. ഇനി അടുത്ത ഇത് നമ്മൾ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുകയാണ്. കുരുരാ അരിഞ്ഞെടുത്ത ബദാമാണ് കേട്ടോ. അത് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത്, ഇത് ഒരു മസ്റ്റാണ്, ഇത് ഒഴിവാക്കരുത് കേട്ടോ. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഒഴിവാക്കി ആക്കാം. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയാലും ഇത് നമ്മൾ ഒഴിവാക്കരുത്.
ഇപ്പോൾ ഇത് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബദാം ഇട്ട് കൊടുത്തു. അപ്പോൾ ബദാം നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അടുത്ത ലെയർ നമ്മൾ പിന്നെയും ബ്രെഡ് വെച്ച് തന്നെയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ ബ്രെഡ് വെക്കുകയാണ്. പിന്നെ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്തു കേട്ടോ. ബ്രെഡും അതേപോലെ തന്നെ നമ്മൾ ആ പാലിൻ്റെ ആ മിക്സ്ചർ വെച്ച് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ബദാം ഇട്ട് കൊടുക്കുകയാണ്. ബദാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കേണ്ട. എൻ്റെ ഇവിടെ ബദാം കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിശുക്കത്തിനെ കാണിച്ചത്. സോ ഇത് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാവുന്ന നല്ലൊരു ഹെൽത്തി പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ബദാം നമ്മൾ ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഗാർണിഷിന് കിട്ടിയിട്ട് നമ്മൾ ടോപ്പിംഗായിട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ബൂസ്റ്റ് കൊണ്ട് ഒരു ടോപ്പിംഗ് ചെയ്തു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ അടുത്ത് വന്നാൽ ഇതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് കാണാം. അതിൻ്റെ ഇടയിൽ ഈ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ പാത്രം അടിച്ച ടീം പറഞ്ഞത്. 2 to 3 hours, മാക്സിമം 6 hours വരെ റെഫ്രിജറേറ്റ് ചെയ്യാം. ഇഷ്ടായി? മതി മതി. See you soon in the next video. Appo bye bye. Badrikku orthu verunnodu korchu prank cheyidikkunne. Bye. Oru cha-cha. Cha-cha pari Badri. Cha-cha. Cha-cha. Like this കൊടുത്ത് like this. orthu vannittalla അല്ലെങ്കിൽ അങ്ങനെ 6 മണിക്കൂർ നേരത്തെ റെഫ്രിജറേഷന് ശേഷം ഞങ്ങൾ ആ പുഡിങ് രാത്രി തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ആൻഡ് സത്യം പറയാലോ, ഇറ്റ് കം ഔട്ട് വെൽ. ആദ്യത്തെ പീസ് തന്നെ ഞാൻ അച്ഛന് കൊടുത്തു. അങ്ങനെ നല്ല ഒരു വലിയ പീസ് തന്നെയായിരുന്നു. അച്ഛൻ ഡയബറ്റിക് ആയിരുന്നു, ബട്ട് സ്റ്റിൽ അച്ഛന് കഴിക്കാൻ പറ്റുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് കിട്ടിയാലും അച്ഛൻ ആകെ കുഴപ്പമില്ലാതെ പറയുള്ളൂ. ഇതും അതുപോലെ തന്നെ കുഴപ്പമില്ലാതെ അച്ഛൻ പറഞ്ഞ്. പിന്നെ അമ്മ എന്ത് ഞാൻ ഉണ്ടാക്കിയാലും അടിപൊളി എന്നാണ് പറയുക. അപ്പം അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞത് അടിപൊളി എന്നായിരുന്നു. പിന്നെ ഞാനും ഗോപും അച്ഛമ്മയും ഓരോ പീസ് ചെയ്ത് കഴിച്ചു. വാവയ്ക്ക് കൊടുത്തില്ല കേട്ടോ, നല്ല ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ വാവയ്ക്ക് അധികം കൊടുത്തില്ല. പിന്നെ അമ്മയുടെ ഒരു അടിപൊളി എന്താ പറയുക ബിഹൈൻഡ് ദ സീൻ വീഡിയോ കൂടി ഉണ്ട് കേട്ടോ, അത് കാണുക. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫാൻ കോഫി ആൾക്കാർ കണ്ടാ റീച്ച് പോവും. എടുത്തോ, ഇത് മതിയില്ലേ? ചെറുപ്പകാലത്തെ എനിക്ക് പറ്റിയ ഉണ്ടാക്കിയത് എനിക്ക് പ്രശ്നപ്പെടും. ചിലർ പറയൂല, ചിലര് അതിനൊരു അതൊക്കെ വലിയ ഇതാണ്. പക്ഷെ ഇതൊക്കെ കുട്ടിക്കാലത്തെ ഉള്ളൊരു കരുതലാണ്. അത് ഈ പഠിക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചില അമ്മമാര് നാടില്ല, ചിലർക്ക്
ഇത് നല്ല ടേസ്റ്റ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അതെല്ലാം എന്തെല്ലാം